നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ടെൻഷൻ അടിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനത്തെ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ഒരു ഉച്ച സമയത്താണ് ഞങ്ങളുടെ അയൽവാസികൾ ചേച്ചി വായോ എന്ന് പറഞ്ഞ് വിളിച്ചത്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് അവിടെ ഉണ്ട് ഒരു മൂർഖൻ പാമ്പ് എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടാ, നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മുടെ വളപ്പം തന്നെ എത്തി നോക്കി കുറച്ചു നേരം. പക്ഷേ ദൂരത്തുനിന്ന് നോക്കുന്നതാണെങ്കിലും സാധനത്തിനെ ശരിക്കും കണ്ടുട്ടോ. ആളും ഒരു കീരിയായിട്ട് നല്ല ഫൈറ്റിങ്ങിനുള്ള പുറപ്പാടായിരുന്നു. ദൂരത്തുനിന്നായതുകൊണ്ട് തന്നെ എനിക്ക് ആളെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനും പറ്റിയില്ല. എല്ലാവരുടെയും സൗണ്ട് കേട്ടിട്ടാണോ എന്നറിയില്ല, കീരി അപ്പാടെ സ്ഥലം വിട്ടു. പിന്നെന്താ ചെയ്യുക, പിടിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വേഗം വന്നിട്ട് ജനലും വാതിലൊക്കെ അടച്ചു പൂട്ടിയേ. അപ്പോഴേക്കും പാമ്പ് അവിടെയുള്ളൊരു മാളത്ത് കയറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു അതിഥിയെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരൊക്കെ ചേർന്ന് കല്ലുകളും മരത്തടികളൊക്കെ മാറ്റാൻ തുടങ്ങി. പക്ഷേ നമ്മൾ അതിഥി ആള് ഇച്ചിരി വീരനാട്ടോ. ആള് മണ്ണിൻ്റെ അടിയിലുള്ള ഏതോ ഒരു മാളത്തിൽ പോയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്നിട്ടും ആളെ കിട്ടാതായപ്പോൾ പാമ്പിനെ പിടിക്കാൻ വന്ന അയാളും മടങ്ങിപ്പോയി. അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു, ഒരു നീണ്ട കാത്തിരിപ്പ്. ഇങ്ങനെ വന്ന പാടെ പാമ്പിനെ പിടിച്ചിട്ട് ഇനി ഞങ്ങൾ പോകുമെന്നുള്ള മട്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മാളങ്ങളൊക്കെ ഒന്ന് കൊത്തി നോക്കി, പിന്നെയും കുറച്ച് കല്ലുകളൊക്കെ മാറ്റിയിട്ടു. എന്നിട്ടൊന്നും ആള് പുറത്തു വന്നില്ല. അവസാനം പൂഴിക്കടകൻ എന്നോണം മാളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യാന്ന് പറഞ്ഞു. വെള്ളം അടിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറായിട്ടും മാളം നിറയുന്നില്ല. ഇനി ഇതിൻ്റെ അടിയിലൂടെ ഒരു ഗുണാക്കേവ് പോലും ഉണ്ടോയെന്ന് ഞങ്ങൾ സംശയിച്ചു പോയി. അങ്ങനെ ഗൈസ്, അവസാനം വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടിയതാ പാമ്പ് പുറത്തേക്ക് വന്നു. പുറത്ത് വന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി അല്ലേ. അതിഥി ഒന്ന് അങ്ങേരുടെ കയ്യിൽ നിന്ന് വഴുതിയപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചോടിയിട്ടോ. പക്ഷെ അവസാനം അത് അങ്ങേരുടെ കയ്യിൽ ഭദ്രം. എല്ലാം തീർന്നപ്പോഴേക്കും രാത്രി 7, 7:30, 8 മണിയോളായി. പക്ഷെ എന്തായാലും എത്ര വൈകിയാലും അതിനെ പിടിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞ ആൾ പൊളിയായിരുന്നു. ഇനി ഏതായാലും 2 ദിവസത്തേക്ക് ജനലും വാതിലൊന്നും തുറന്നിടണ്ട കേട്ടോ. നമ്മുടെ അതിഥിയുടെ ബന്ധുക്കാരൊക്കെ ഈ വഴി പോകുന്നുണ്ടെങ്കിലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറെ സമാധാനത്തോടെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.